പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവേളയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ആയിരിക്കാൻ എന്നെ യോഗ്യതയുള്ളവളാക്കി തീർത്ത എന്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം. പ്രൈസ് ലോർഡ്. വ്യക്തിപരമായിട്ട് എനിക്ക് ആരെയും അറിയത്തില്ല. ബീന സിസ്റ്റർ മാത്രം കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് സഹോദരിയോട് മാത്രം സംസാരിക്കുവാൻ ഇടയായി. പ്രൈസ് ലോർഡ്. എന്നാൽ നമ്മെ എല്ലാവരെയും നന്നായി അറിയുന്ന ദൈവമാണ് നമ്മെ കൂട്ടിവരുത്തിയത്. പ്രൈസ് ലോർഡ്. ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് നന്ദി കരയറ്റുന്നു. സ്തോത്രം. കൃപയേ 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 ദൈവ കൃപയേ 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 ദൈവ കൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവ കൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവ കൃപയാ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവ കൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവ കൃപയാ കൃപയേ 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 ദൈവ കൃപയേ 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 ദൈവ കൃപയേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല മഹത്വവും സകല പുകഴ്ചയും എന്റെ കർത്താവിന് മാത്രമുള്ളത്. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. എന്റെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഒരു യോഗ്യതയുമില്ലാതെ ഇരുന്ന എന്നെ എന്റെ കർത്താവ് തിരഞ്ഞെടുത്തതോർത്ത് സ്തോത്രം 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 സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. പ്രൈസ് ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എന്റെ പേര് മിനി ജോസ്. പന്തളത്തിനടുത്ത് പുന്തല എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. എന്റെ ഹസ്ബൻഡ് TM ജോസ്. കൃപയാൽ ദൈവം ഞങ്ങൾക്കൊരു പൈതലിനെ നൽകി, ജോമിൻ. അവൻ വിവാഹിതനാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു മോളെ കൂടെ കിട്ടി, ബ്ലെസ്സി മോള്. രണ്ടുപേരും ഷാർജയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ ഏകമായിട്ട് പെന്തക്കോസ് വിശ്വാസത്തിൽ ഇന്നും ആയിരിക്കുന്നു. എൻ്റെ കുടുംബം ഇതുവരെ എൻ്റെ കൂടെ വന്നിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ ദൈവത്തിന്റെ സ്നേഹത്താൽ എന്നെ വിളിച്ചു വേർതിരിച്ചു. ഈ സമയം വരെയും എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനാ. ഇപ്പോഴും എന്നും എന്നേക്കും എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനാ. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് രാവിലെ സമയം എൻ്റെ ചെറിയ സാക്ഷ്യവും എന്നാൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതായ തിരുവചന ശുശ്രൂഷയും നിങ്ങളുടെ മുൻപാകെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കർത്താവ് എനിക്ക് നൽകിയതായ തിരുവെഴുത്ത് ഇപ്രകാരമാകുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച്
ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകും. സ്വർഗീയ പിതാവേ, ഈ നല്ല തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അടിയനോടുകൂടെ അങ്ങയുടെ കൃപയുണ്ടാകണം. അടിയന്റെ നാവോടുകൂടെ അങ്ങയുടെ കൃപയുണ്ടാകണം. അടിയനല്ല കർത്താവേ, അങ്ങ് തന്നെ എന്നിലൂടെ സംസാരിക്കണമേ. കേൾക്കുന്നവരുടെയും അടിയന്റെയും ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരണമേ. ആദ്യോടെ അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തെയും നയിക്കണമേ. ക്രിസ്തുയേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവജനമേ, ഈ തിരുവെഴുത്തിന്റെ പശ്ചാത്തലമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എബ്രായ ലേഖനം. അവർക്ക് വേണ്ടി മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തു മുഖാന്തരം രക്ഷയിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ക്രിസ്തു മുഖാന്തരം സകല മാനവകുലത്തോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് എബ്രായ ലേഖനം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ ഇതുപോലെ ഉയർത്തുന്ന വേറെ ഒരു പുസ്തകം വേദപുസ്തകത്തിലില്ല. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിന് മാത്രമുള്ള അതുല്യമായ നമ്മുടെ കർത്താവിന്റെ ബഹുവിധ പ്രത്യേകത ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ക്രിസ്തു നിസ്തുല്യനാണെന്ന് വളരെ കൃത്യമായിട്ട്, വളരെ ശ്രേഷ്ഠനായ ക്രിസ്തുവിന്റെ ഉന്നത പദവിയെ ഏതൊരു മനുഷ്യർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഈ പുസ്തകം പഠിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇതിലെ ഓരോ തിരുവെഴുത്തും നമ്മുടെ ജീവിതത്തിന്, നമ്മളെപ്പോലുള്ള ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാനും, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും എല്ലാം നമ്മെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല. അതല്ല നമ്മുടെ വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യവേദ പുസ്തകം ആദ്യോടെ അവസാനം അത് നിയന്ത്രിച്ച് എഴുതപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. സ്തോത്രം. ആരെഴുതി, ഏത് മനുഷ്യൻ എഴുതി എന്നതിലുപരി ഇത് മുഴുവനും നിയന്ത്രിച്ച് ഇതിലെ ഓരോ വള്ളിയും പുള്ളിയും എല്ലാം കൂട്ടിച്ചേർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവത്തിന്റെ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവനിശ്വാസീയമായ സത്യ തിരുവെഴുത്താണ്. അതിൽ നാം ആരും സംശയിക്കേണ്ടതില്ല. കാരണം ഇത് 66 പുസ്തകത്തിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന അതിമഹത്തായ പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. സ്തോത്രം. ഇനി ഞാൻ അല്പമായിട്ട് എന്നെ കുറിച്ചൊന്ന് പറയട്ടെ. സ്തോത്രം. കൃപയാൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ എന്നെ കാണുമ്പോഴ് എന്റെ പിന്നോട്ടുള്ള എന്നെ അറിയാവുന്ന ഒരു വ്യക്തി, ഇന്ന് ഞാൻ ആയിരിക്കുന്ന എന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം എന്റെ കർത്താവ് എന്നെ പണിതെടുത്തതാണ്. സ്തോത്രം. ഞാന് നേഴ്സാണ്. ജോലിയോടുള്ള ബന്ധത്തില് കുവൈറ്റിലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയില് അവിടെ എൻ്റെ പ്രൊഫഷനൊക്കെ ചെയ്യുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ദൈവം ഒരുപാട് നന്മകൾ നൽകി, ഒരുപാട് എന്നെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ ഒരു സാധാരണ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായ നന്മകളൊക്കെ കർത്താവ് എനിക്ക് നൽകി. നല്ലൊരു കുടുംബജീവിതം ദൈവം തന്നു, ഒരു മകനെ ദൈവം തന്നു. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. എന്നാൽ അതിലുപരിയായിട്ട് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ കർത്താവിന്റെ മകളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നതിലാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത്. സ്തോത്രം. ഈ ലോകത്തിൽ ഞാൻ എന്തു നേടി എന്നുള്ളതല്ല, ഞാൻ ആരാണ് എന്നുള്ളതല്ല, ഞാൻ പ്രശംസിക്കുന്നത് ഒന്നാണ്. ഞാൻ എൻ്റെ കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്, എൻ്റെ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഞാൻ. നശിച്ചു പോകേണ്ട എന്നെ എൻ്റെ കർത്താവിന്റെ മകളാക്കി തീർത്തു. ആ പദവിയാണ്, ഒരു ദൈവമകൾ എന്ന പദവിയിൽ ഞാൻ ഏറ്റവും പ്രശംസിക്കുന്നു. സ്തോത്രം. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്
ഏകമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. നമുക്കറിയാം, മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു. ഒരുപാട് എതിർപ്പുകൾ വ്യക്തിപരമായിട്ട് എന്നെ മാനസികമായിട്ട് തകർക്കുന്ന നിലയിൽ എൻ്റെ കുടുംബത്തിലുള്ളവരിൽ നിന്നും, എൻ്റെ പ്രിയപ്പെട്ടവനിൽ നിന്ന്, എൻ്റെ മകൻ എന്നെ അത്രത്തോളം പറഞ്ഞിട്ടില്ല, എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള എല്ലാവരിൽ നിന്നും വളരെ ഒറ്റപ്പെടുവാൻ ഇടയായി, വളരെ നിന്നെ അനുഭവിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് കടന്നു വന്നപ്പോൾ അതിന്റെ മധ്യത്തിൽ എൻ്റെ കർത്താവിനെ നിലനിർത്തി. സ്തോത്രം. ഞാൻ ആരെ വിശ്വസിക്കുന്നു? അവൻ എൻ്റെ ഉപനിധിയാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. പ്രിയമുള്ളവരെ, വളരെ പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് എൻ്റെ ആരാധനയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ആരാധനയ്ക്ക് പോകാം, അവിടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നാട്ടിൽ ലീവിന് വേണ്ടി വരുമ്പോൾ ഒരു ആരാധനയ്ക്ക് പോകാൻ കഴിയത്തില്ല. സ്വർണമൊക്കെ മാറ്റിയപ്പോൾ, ഊരിക്കളഞ്ഞപ്പോൾ അതിനൊക്കെ വളരെ പ്രതികൂലം എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ വീട്ടിൽ വരരുതെന്ന് പോലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നീ സ്വർണം ഉപേക്ഷിച്ചിട്ട് ഒരു പെന്തക്കോസുകാരിയായിട്ട് ഈ വീട്ടിലോട്ട് വരരുതെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു. ഒരുപാട് എതിർത്ത സമയത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയുണ്ടായി. ആ വാക്കാണ് എൻ്റെ ദൈവം എന്നെ നിലനിർത്തിയത്. എന്നോട് പറഞ്ഞു, നീ പെന്തക്കോസുകാരിയായിട്ട് സ്വർണം ഉപേക്ഷിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ഈ വീട്ടിലോട്ട് നീ വരരുതെന്ന് പറഞ്ഞു. അതല്ല, നിനക്ക് ഇവിടെ വരണമെന്ന് വരും, ഞങ്ങളെ ആരും വീട്ടിൽ കാണത്തില്ല, നീ ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. അത്രമാത്രം പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിന്റെ കഠിനത, ആ കാഠിന്യം, അന്ന് ഞാൻ അനുഭവിച്ച വേദനയൊക്കെ ഓർക്കുമ്പോൾ, ഇന്നതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നെ പൊന്നുപോലെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് നൽകിയ ശോധനകളാണ്, പരിശോധനകളാണ്. അതിനെ ജയിക്കുവാനുള്ള കൃപയും എൻ്റെ കർത്താവ് എനിക്ക് നൽകി. സ്തോത്രം. ഒറ്റപ്പെട്ട സമയത്ത് മുറിപ്പെടുത്തിയ വാക്കുകൾ പറഞ്ഞപ്പോഴേ, ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോഴേ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ജോസ്റ്റാനെ എനിക്ക് നൽകിയത് എൻ്റെ കർത്താവാണ്. മോനെ എനിക്ക് നൽകിയത് എൻ്റെ കർത്താവാണ്. അപ്പൊ എൻ്റെ ജോസ്റ്റാനേക്കാളും എൻ്റെ മോനേക്കാളും എനിക്ക് വലിയത് എൻ്റെ കർത്താവാണെന്ന് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. ആ ഒരു വാക്കിന്റെ മുമ്പിൽ പ്രതികൂലം കെട്ടടങ്ങി. സ്തോത്രം. എന്റെ നാവിലൂടെ ദൈവ അധികാരത്തോടെ ഞാൻ പറയുവാനിടയായി. അന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുവെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, അന്ന് എൻ്റെ നാവിലൂടെ ആ പറഞ്ഞ വാക്ക് എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ, അധികാരത്തോടെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം എത്ര നല്ലവനാ. അതിനുശേഷം 2019 എനിക്ക് സ്ട്രോക്ക് വന്നു. കുവൈറ്റിൽ വെച്ചാണ് സംഭവിച്ചത്. എൻ്റെ ശരീരത്തിന്റെ റൈറ്റ് സൈഡ് ഫുള്ള് തളർന്നു പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നാട്ടിലേക്ക് ഞാൻ വന്നു. എന്നെ കണ്ടവരെല്ലാം എന്നെ പുച്ഛിക്കുവാനായിട്ട് തുടങ്ങി. നീ ചെയ്തത് തെറ്റാണ്, നീ ഇങ്ങനെ പെന്തക്കോസ് അനുഭവത്തിലേക്ക് മാറിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ കണ്ടുപിടിച്ചത്, നീ തിരഞ്ഞെടുത്തത് തെറ്റാണ്, നീ എത്രയും വേഗം മടങ്ങി വരണം, ദൈവം നിന്നെ ശിക്ഷിച്ചതാണ് നിനക്ക് ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് എന്നോട് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഓരോരുത്തരിലൂടെയും ഞാൻ ഇങ്ങനെ കേട്ടു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇവരുടെയൊക്കെ മുമ്പില് എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണെന്ന്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ രോഗത്തെയും സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ യേശുക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരം എന്നെ സൗഖ്യമാക്കുന്നതാണ്, അവന്റെ അടിപ്പിണരുകൾ എനിക്ക് സൗഖ്യം വരുത്തുന്നതാണെന്ന് എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ തെളിയിച്ചു തന്നു. ഇത് എൻ്റെ സാക്ഷ്യമാണ്, കേട്ടറിഞ്ഞതല്ല. പ്രിയ സഹോദരങ്ങളെ, 15ാമത്തെ ദിവസം ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പോയി. എന്നാൽ 15ാമത്തെ ദിവസം എന്റെ വീടിനകത്ത് കയറി, അടുക്കളയിൽ കയറി വീട്ടിലെ ജോലി ചെയ്യുവാൻ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എന്റെ ശരീരത്തിന് ബലവും ശക്തിയും തന്ന്, അന്ന് എനിക്കുണ്ടായിരുന്ന അതുപോലെ തന്നെ എന്റെ അവയവങ്ങൾക്ക് ശക്തി നൽകി എന്റെ കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാ. കഷ്ടതയുടെ നടുവിൽ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മെ വിളിച്ചത്. വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്ന ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുള്ളവന്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്.
മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണ് നാം ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എങ്കിൽ ഒരിക്കലും ഒരിക്കലും പരാജയപ്പെടുകയില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ഈ സമയത്ത് ഏതെങ്കിലും രോഗത്താലാണ് ഭാരപ്പെടുന്നതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, എന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് അവൻ എന്നേക്കും ജീവിക്കുന്നവനാ. മിനിയുടെ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയെയും അവന്റെ അരികിലേക്ക് കടന്നു വന്ന് പരമാർത്ഥതയോടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പൂർണ്ണമായും വിടുവിക്കുവാൻ ഈ യേശു ക്രിസ്തു മതിയായവനാ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്നവനാ. അവൻ അന്യനാ. ആരെല്ലാം കൈവിട്ടാലും, മെഡിക്കൽ സയൻസ് കൈവിട്ടാലും ഇനി ഒരിക്കലും ഒരിക്കലും അവൾ ഉയർന്നു വരികയില്ല. അവൾ എന്നും കിടക്കയിൽ കിടക്കും. അവൾ കണ്ടുപിടിച്ച് തെറ്റെന്ന് പറഞ്ഞ് വിധി എഴുതുമ്പോൾ അതിന്റെ മധ്യേ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ട്. പാതാളത്തിന്റെ ശക്തിയെ തകർത്ത ഒരു കർത്താവുണ്ട്. കല്ലറയെ തോർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ശക്തിയുണ്ട്. പുനരുത്ഥാനത്തിന്റെ ഒരു ശക്തിയുണ്ട്. അത് തന്റെ മക്കൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും വ്യാപരിക്കുന്നതാണ്. ആ ശക്തി കുറഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇന്നും സൗഖ്യമാക്കുന്ന കർത്താവ് ജീവിക്കുന്നവനാണ്. അവന്റെ മഹത്വം കുറഞ്ഞിട്ടില്ല, അവന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ഈ ദൈവം എന്റെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടു. ആ കാലം അത്രയും ഒരു ആരാധനാ സ്വാതന്ത്ര്യം എന്റെ വീട്ടിൽ എനിക്കില്ലായിരുന്നു. ഒരു ദൈവദാസന്മാർ എന്റെ ഭവനത്തിൽ കടന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു. എന്നാൽ എന്റെ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ വിടുതൽ എന്റെ കർത്താവ് നൽകിയപ്പോൾ എന്റെ ഭവനം ദൈവജനം കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമല്ല കേട്ടോ, എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എവിടെ പോകുന്നതിനും ഏത് കൂട്ടായ്മയ്ക്ക് പോകുന്നതിനും എനിക്ക് സ്വാതന്ത്ര്യം എന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുവാൻ ദൈവം വഴിയൊരുക്കി. ഞാൻ പറയട്ടെ, ചില കഷ്ടതകള്, ചില ശോധനകള് നമ്മളെ വിശാലതയിലേക്ക് നയിക്കുന്നതാ കേട്ടോ. കഷ്ടം വരുമ്പോ, പ്രയാസം വരുമ്പോ ഓർത്തോണം, ഇതിന്റെ ഒരു ദൈവത്തിന് പ്രവൃത്തിയുണ്ട്. ഈ ഇടുക്കമൊന്ന് മാറുവാൻ, ഈ ഞെരുക്കമൊന്ന് മാറുവാൻ, ഈ നിന്നയൊന്ന് മാറ്റുവാനാണ് എന്റെ കർത്താവിന്റെ ഈ ശോധനയിലൂടെ നയിക്കുന്നതെന്ന് വിശ്വസിക്കണം കേട്ടോ. കഷ്ടം വരുമ്പം പരാജയത്തിന്റെ വാക്ക് പറയരുത്. പ്രയാസം വരുമ്പോൾ, നിന്ന വരുമ്പോൾ ദൈവത്തെ തള്ളി പറയരുത്. കർത്താവിന്റെ കരങ്ങളിൽ താണിരുന്നോണം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ബലമുള്ള കൈകീഴ് താണിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി വാദിക്കുന്നവരോട് വാദിക്കാനല്ല, നമുക്ക് അവരുടെ മുമ്പിൽ ഒരു പക്ഷേ അവരെ പറഞ്ഞു തിരുത്തിക്കൊണ്ട് വരുവാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അന്ന് ആ സ്ട്രോക്ക് എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ കർത്താവിന്റെ പൊന്നുമോളാക്കി എന്നെ തീർക്കാനായിരുന്നു. കേവലം ഒരു വ്യക്തിയെ പോലെ ആരാധിച്ചും സ്തുതിച്ചും ആലയത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഒളിച്ചിരുന്നും പാത്തിരുന്നും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടല്ല. അനേകരുടെ മുമ്പിൽ യേശു ക്രിസ്തു തന്നെ ദൈവം, യേശു ക്രിസ്തു തന്നെ രക്ഷകൻ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്നെ രക്ഷിപ്പാൻ മാത്രമല്ല മുഴു ലോകത്തെയും രക്ഷിപ്പാനാണെന്ന് ഓരോരുത്തരോടും ഓരോ ഇടത്തും പോയി പറയാനാണ് എന്റെ കർത്താവ് എന്നെ കണ്ടത്. ഒരു പക്ഷെങ്കിൽ എനിക്ക് അന്ന് അവരെ സാധ്യമൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു കേവലം ഒരാളെ പോലെ, ഇന്ന് ഞാൻ എന്തോ ആണെന്നൊന്നും അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തെങ്കിലും ആണെങ്കിൽ എന്റെ കർത്താവിന്റെ കൃപയാണ് കേട്ടോ. എന്റെ കർത്താവ് തന്നല്ലാതെ എനിക്കൊന്നുമില്ല. Praise the Lord. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിനെ സൗഖ്യമാക്കി എല്ലാ കൂട്ടായ്മ യോഗങ്ങൾക്ക് പോകുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ ഇവിടെ പുന്തല ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറാണ്. കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഞാൻ ആയിരിക്കുന്നു. തിരുവെഴുത്ത് പഠിക്കുവാൻ ഞാൻ ഒരു BTH സ്റ്റുഡന്റ് ആണ്. ഫൈനൽ ഇയറിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ചെറിയ പ്രായം മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈബിൾ പഠിക്കണമെന്ന്. എന്നാൽ അന്നൊന്നും എനിക്ക് കഴിഞ്ഞില്ല. ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോഴൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ കൂടെ പഠിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് അതിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എന്നെ വരുത്തുന്നതായിരുന്നില്ല. എനിക്കിന്ന് വേദപുസ്തകം പഠിക്കുവാൻ, ഒരു കോളേജിൽ പോയി പഠിക്കുവാനെല്ലാം ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ആ വലിയ സമ്പാദ്യം ഇന്നൊന്നുമില്ലെങ്കിലും, ആ വരുമാനം ഒന്നുമില്ല എനിക്കില്ല എങ്കിലും സംതൃപ്തിയോടെ ഒരു കർത്താവിന്റെ പൈതലായിട്ട് എന്നെ നിർത്തുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോലെ നടത്തുന്ന ഒരു ദൈവം, ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കുമെന്ന് അരുളി ചെയ്ത ഒരു ദൈവം. ഒരു നന്മയ്ക്കും കുറവില്ലാതെ, ഒരു നന്മയ്ക്കും കുറവില്ലാതെ എന്റെ ആവശ്യങ്ങൾ ഞാൻ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് മുമ്പിൽ വഴികൾ ഒരുക്കും, വാതിലുകൾ തുറക്കും, ശ്രേഷ്ഠമായിട്ട് തന്നെ നടത്തുന്ന. പ്രിയ സഹോദരങ്ങളെ, സമ്പത്തിന്റെ വലിപ്പത്തിലല്ല നമ്മുടെ സന്തോഷം, ബാങ്കിലെ ഡിപ്പോസിറ്റ് അല്ല നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനമല്ല ഇതൊന്നുമല്ല, നമ്മുടെ ജോലിയുടെ പദവിയല്ല, നാം നേടിവെച്ചത് ഒന്നുമല്ല നമ്മുടെ സന്തോഷം, നമുക്ക് സമാധാനം നൽകുന്നതല്ല ഇതൊന്നും. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മയിലും സംതൃപ്തിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഉള്ളതിൽ താഴ്ചയിലും എല്ലാം ഒരുപോലെ ദൈവം നമുക്ക് കൃപ തരും. സ്തോത്രം. നമ്മുടെ ശൂന്യതകളില്, നമ്മുടെ നിരാശകളില് സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ഇതാണ് നമ്മുടെ ജീവിതത്തിന് സന്തോഷം. ഈ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം. കാശ് കൊടുത്താൽ ലഭിക്കുന്നതല്ല ഈ സമാധാനം, പണം കൊണ്ട് ലഭിക്കുന്നതല്ല ഈ സമാധാനം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, യേശു ക്രിസ്തു ജീവിതത്തിന്റെ നായകനാകുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ കർത്താവാകുമ്പോൾ, യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന സന്തോഷം അത് അവർണ്ണനീയമാണ്. യേശു ക്രിസ്തു നൽകുന്ന സമാധാനം അത് അളവില്ലാത്തതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രഭാത വേളയിൽ നാം നേടുന്നത് കൊണ്ട് ഒന്നുമല്ല നമ്മുടെ സന്തോഷം, മറിച്ച് നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നൽകുന്നതാണ്. നാം അധ്വാനിച്ചത് കൊണ്ട് ഒന്നും നമുക്ക് സംതൃപ്തി ലഭിക്കുകയില്ല, വെറും പാഴാണത്. എന്നാൽ കർത്താവ് നമുക്ക് തരുന്നത്, അത് ചെറുതാകട്ടെ അത് വലുതാകട്ടെ, അതെല്ലാം സമാധാനപൂർണമുള്ളതാണ്, സന്തോഷപൂർണരാക്കുന്നതാണ്. ഇതാണ് സന്തോഷം. ഈ സന്തോഷം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവ് എത്രയോ ഉന്നതനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എന്റെ സാക്ഷ്യം. ഇന്ന് ദൈവം അനുവദിക്കുന്ന ഇടങ്ങളിലൊക്കെ പരസ്യങ്ങൾക്കും മറ്റു ചെറിയ മീറ്റിങ്ങുകൾക്കും ഒക്കെ എന്നെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട്. ഇതുപോലെ സൂം പ്ലാറ്റ്ഫോമുകളിൽ എനിക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവിടെയും കർത്താവ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. എല്ലാം എന്റെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ്. മിനി ഒന്നുമല്ല, മിനി ബിഗ് സീറോയാ കേട്ടോ. എനിക്ക് പുകഴ്ചയൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ഞാൻ എന്താകുന്നു? അതെന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഈ കൃപയില്ല എങ്കിൽ, ഈ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊന്നുമില്ല കേട്ടോ. ഇന്നൊരു പക്ഷെ നന്നായിട്ട് പാടിയെന്നിരിക്കാം, ഇന്നൊരു പക്ഷെ നല്ലപോലെ പ്രബോധിപ്പിച്ചെന്നിരിക്കാം, ഇന്നൊരു പക്ഷെ ബൈബിൾ പഠിപ്പിച്ചെന്നിരിക്കാം. അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല കേട്ടോ. ആ കഴിവുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ വിചാരിക്കുന്നവർ പരാജയത്തിലേക്ക് കീഴ്കുത്തുകയാണ്. സ്തോത്രം. ഒരിക്കലും വിചാരിക്കില്ല, എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് കർത്താവ് ചെയ്യിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മെ കൊണ്ട് ഒരുക്കി ചെയ്യിപ്പിക്കുന്നതാണ്. ദൈവമഹത്വമോടെ വെളിപ്പെടേണ്ടതിന് നമ്മെ ഉപയോഗിക്കുന്നതാണ്. ദൈവം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് നമ്മെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. അത്രമേ ചിന്തിക്കാവൂ. അല്ലാതെ എന്റെ വിദ്യാസമ്പത്ത് കൊണ്ടോ എന്റെ പദവി കൊണ്ടോ ഞാൻ നേടിയതൊന്നുമല്ല കേട്ടോ. എത്ര പ്രാഗൽഭ്യമുള്ളവരും തിയോളജി എത്ര പഠിച്ചിട്ടുള്ളവരാണെങ്കിലും പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ആ സമയത്ത് തന്നിട്ടില്ല എങ്കിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷ വിജയിക്കത്തില്ല. അവർ ചെയ്യുന്ന ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ ശുശ്രൂഷ വിജയിക്കുന്നത്. നാം ശുശ്രൂഷയ്ക്ക്
പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, ചില ഹൃദയങ്ങളിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ വാക്കിന്റെ ശക്തിയല്ല, നമ്മൾ ചിട്ടപ്പെടുത്തി പറയുന്ന വാചകത്തിന്റെ ശക്തി കൊണ്ടല്ല കേട്ടോ, ദൈവ വചനത്തിന്റെ ശക്തി കൊണ്ടാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് വിടുതലുകൾ ഉണ്ടാകുന്നത്. ഇത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ തിരഞ്ഞെടുത്തതായ തിരുവെഴുത്തിലേക്ക് കടന്നു പോകാം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ പറ്റി ഒരുപാട് അറിവുള്ളവരാ, ശരിയല്ലേ? ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം നിമിത്തമാണ് ഇന്ന് നമ്മൾ ഈ തലത്തിൽ എത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവസാനമായിട്ട് വെളിപ്പെട്ടു വന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത്, പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ഇരുന്നത്, ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി നൽകി. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഇന്നല്ല, യേശു ക്രിസ്തുവിന്റെ ആ കാലം മുതൽ അന്ത്യകാലമാണ്. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം തന്റെ അരുളപ്പാട് അവസാനമായിട്ട് മനുഷ്യന് നൽകി. ഇനിയും ഒരു വെളിപ്പാട് നമുക്ക് വരുവാനില്ല കേട്ടോ. ക്രിസ്തു മുഖാന്തരം ഇന്ന് മനുഷ്യർക്ക് അറിയേണ്ടതായ സമസ്തവും ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വായിച്ചു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്നും ആദ്യം ഓർപ്പിച്ചതുപോലെ ഇത് എബ്രായ വിശ്വാസത്തിലേക്ക്, അതായത് യഹൂദ വിശ്വാസത്തിൽ നിന്ന്, യഹൂദ മതം വിട്ടിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ വായിച്ച ഈ തിരുവെഴുത്തിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ക്രിസ്തുവിന്റെ നിസ്തുല്യതയാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ വരച്ചു നൽകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം ഈ പുസ്തകത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുന്നത് അവൻ എന്നേക്കുമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണ്, ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്, അവർക്ക് മുമ്പിൽ വരുന്നതായ പ്രതിഫലങ്ങൾ എന്താണ്, അവരോടുള്ള മുന്നറിയിപ്പുകൾ എന്താണ്. ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിക്കണമെങ്കിൽ ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു ജീവിതം വിജയമായി തീരുകയുള്ളൂ. നമുക്കറിയാം, മുന്നറിയിപ്പുകളുടെ ഒരു പുസ്തകമാണിത് കേട്ടോ. അനേക മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നാം ഇവിടെ വായിച്ചത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഇവിടുത്തെ മുന്നറിയിപ്പ് എന്താണ്? നാശത്തിലേക്ക് പോകരുത്. പോകാൻ സാധ്യതയുണ്ട്, എന്നാൽ പോകരുത്. കാരണം എബ്രായ വിശ്വാസികള് യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ഏറ്റവും വലുത് മോശയാണ്. മോശയെ അവർ ദൈവത്തെ പോലെ തന്നെ കണ്ടിരുന്നു. മോശയാണ് ദൈവമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലാണ് അവർ ജീവിച്ചത്. മോശയെ അവർ ഒരുപാട് സ്നേഹിച്ചു. മോശ പറയുന്നതൊക്കെ അവർ കേട്ടു. മോശ ദിവ്യനാണെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഈ പുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവ് മോശയേക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ മതം വിട്ടിട്ട് വന്നപ്പോൾ അവർ ഏറ്റവും സ്നേഹിച്ച, അവർ വിശ്വസിച്ച, അവർ അനുഗമിച്ച മോശയേക്കാൾ വലിയവനെയാണ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, അല്ലെ അനുഗമിക്കുന്നത്. നമ്മുടെ ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. അഹരോൻ, ആദ്യത്തെ മഹാപുരോഹിതനായിരുന്ന അഹരോനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് എന്നേക്കുമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അഹരോന്യ പൗരത്വം അനുസരിച്ച്, ലേവ്യ പാരമ്പര്യം അനുസരിച്ചുള്ള പുരോഹിതന്മാരെല്ലാവരും ഓരോ ദിവസവും ജനത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ടും അവരുടെ പാപങ്ങൾക്കും വേണ്ടിയിട്ട് യാഗം അർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് താൻ അർപ്പിച്ചു, തന്നെ അർപ്പിച്ച് പരമയാഗം അർപ്പിച്ചത് കൊണ്ട് എന്നും യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നേക്കുമുള്ള പരമയാഗം നിർവഹിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. അവൻ അഹരോനേക്കാൾ വലിയവൻ. പിന്നെ യഹൂദന്മാർ ഏറ്റവും വലുതായിട്ട് കണ്ടിരുന്നതാണ് അവരുടെ ആലയം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ദേവാലയത്തെക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, ലോകത്തിലുള്ള സകലത്തെക്കാൾ, എന്തിനേറെ പറയുന്നു, നമ്മുടെ കർത്താവിനെ പോലെ വലിയവൻ ആരുമില്ല. ഈ ലോകത്തിലുള്ള സകലതും കർത്താവ്
സൃഷ്ടിച്ചതാണ്, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിച്ചതാണ്, അവനായിട്ട് സൃഷ്ടിച്ചതാണ്. എന്നാൽ സൃഷ്ടാവായ നമ്മുടെ കർത്താവാണ് ഇതിന്റെ മേലെല്ലാം അധികാരമുള്ള. നമ്മുടെ കർത്താവിന്റെ സോവർണിറ്റി എത്ര വലുതാണ്! നമ്മുടെ കർത്താവ് എത്രയോ വലിയവൻ, അവൻ എത്രയോ ഉന്നതൻ, അവൻ എത്രയോ മഹോന്നതൻ. പിന്നെയും പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് പവിത്രനാണ്, പാപികളോട് വേർപെട്ടവനാണ്, നിർമ്മലനാണ്, നിർദോഷനാണ്, ഒരു പാപമില്ലാത്തവൻ. പുരോഹിതന്മാരെല്ലാം തന്നെ അവർക്ക് ഭയമുണ്ട്, ഒരു മനുഷ്യരായി ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നിഷ്കളങ്കൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ. അവന് തുല്യം ചൊല്ലുവാൻ ആരുമില്ല. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഈ അറിഞ്ഞത്, നിങ്ങൾ ഇന്ന് അനുഗമിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നേക്കുമുള്ള പാപ പരിഹാരം ഒരുക്കിയവൻ, സർവ്വജനത്തിനും വേണ്ടി തന്റെ ശരീരത്തെ പ്രായശ്ചിത്തമായി പരമയാഗമാക്കിയവനാണ് നമ്മുടെ കർത്താവ്. അവൻ എന്നും എന്നേക്കും അനന്യനായവനാണെന്ന് ഇവരോട് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരോടും നമ്മളോടും എല്ലാം പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം പിന്നോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഇന്നാരുണ്ട്, ഇന്ന വ്യക്തികൾ, മഹത് വ്യക്തിത്വങ്ങളുടെ പേരൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയും, ഏത് വലിയവനാകട്ടെ, ഏത് ഉന്നതനാകട്ടെ, ഏത് ഉന്നത കുലജാതനാകട്ടെ, അവരാരും നമ്മുടെ കർത്താവിനേക്കാൾ വലിയവനല്ല. അവൻ ദേവന്മാരെക്കാൾ വലിയവൻ, അവൻ രാജാക്കന്മാരെക്കാൾ വലിയവൻ, അവൻ സകലത്തിനും മീതേ ഉള്ളവൻ. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, ദൈവിക തത്വങ്ങളുടെ മുദ്രയാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല കേട്ടോ. ഇന്നുവരെ ഈ ഉലകത്തിൽ ഇന്നുവരെ ഒരു വ്യക്തി പോലും നമ്മുടെ കർത്താവിന് തുല്യനില്ല. ഈ കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്, ഈ കർത്താവിനെയാണ് നമ്മൾ രക്ഷകനായി സ്വീകരിച്ചത്. ഇവനാണ് നമ്മുടെ രക്ഷകൻ. എത്രയോ ശ്രേഷ്ഠൻ, എത്രയോ ഉന്നതൻ. ഇത്ര വലിയൊരു നല്ല ദൈവത്തെ അറിയുവാൻ ലഭിച്ച ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണ്. അതിന് നമ്മൾ കാരണമാണോ? അല്ല. കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് തോന്നി. പാപികളായിരുന്ന നമ്മളെ, ഒരു യോഗ്യതയുമില്ലാതെ ഇരുന്ന നമ്മളെ, അന്ധകാരത്തിലൂടെ വഴിയറിയാതെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ, പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളിൽ അടിമപ്പെട്ടിരുന്ന നമ്മളെ, ഈ ലോകത്തിൽ പാപത്തിന്റെ മക്കളായി ജീവിച്ച നമ്മളെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ദിശയറിയാതെ യാത്ര ചെയ്ത് നമ്മളെ, നിരാശയുടെ പടുകുഴിയിലായിരുന്ന നമ്മളെ, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന നമ്മളെ, ഇനി ഒരിക്കലും സമാധാനം ലഭിക്കയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ നമ്മളെ, ഇനി ഒരിക്കലും സൗഖ്യമാകയില്ല എന്ന് വിധി കൽപ്പിച്ച നമ്മളെ കർത്താവ് തന്റെ മക്കളായി തിരഞ്ഞെടുത്തപ്പോൾ, കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്നപ്പോൾ, ദൈവിക മകനായി മകളായി നാം തീർന്നപ്പോൾ, കർത്താവ് നമ്മെ സ്നേഹിച്ചത് എത്ര വലുതാണെന്ന് നാം ഈ സമയത്തൊന്ന് അറിയണം. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യം ഓർപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് പുകഴാനുണ്ടെങ്കിൽ നമ്മുടെ പുകഴ്ച മുഴുവനും നമ്മുടെ കർത്താവിന് മാത്രമായിരിക്കണം. നമുക്ക് പുകഴാം, നമ്മുടെ കർത്താവിൽ നമുക്ക് പുകഴാം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ ഓർത്ത്, നമ്മുടെ കർത്താവ് ആരാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പുകഴാം. ഞാൻ സേവിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും ഞാൻ രക്ഷകനായി സ്വീകരിച്ചതും കേവലം ഒരു നിസാരനായ ഒരു വ്യക്തിയല്ല. എന്റെ കർത്താവ് എത്രയോ മഹത്വപൂർണ്ണൻ, ഉന്നതനെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പോഴുവാൻ അവകാശമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ പറ്റിയുള്ള വലിയ പരിജ്ഞാനം കർത്താവ് നമുക്ക് നൽകി. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. സത്യത്തിന്റെ പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചു, ശരിയല്ലേ? ഇനിയുമാണ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കേണ്ടത്. ഈ 10-ാം അധ്യായം ആരംഭം മുതൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. നാം മറന്നു പോകരുത് ഈ ഒരു വാക്യം.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ഞാൻ ഓർപ്പിച്ചുവല്ലോ, കർത്താവ് യേശു ക്രിസ്തുവാണ് സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് മറ്റാരും പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞതാ, ഞാനാണ് സത്യമെന്ന്. അപ്പോൾ ഈ സത്യം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം, സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം, അത് നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് നാം ഈ കർത്താവ് ഒരിക്കൽ രക്ഷയെ അവകാശമാക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തത്. കർത്താവിനെ രക്ഷകനായി നാം സ്വീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചത് കൊണ്ടാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ ചെയ്യാൻ ഒരുപാട് സോഴ്സ് ഉണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യുവാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ഈ ലോകം മുഴുവനും പിശാചിന്റെ അധീനതയിലാണ്. ദൈവത്തിന്റെ വഴിയിലേക്ക് ഒരു വ്യക്തി തിരിയുന്നത് പിശാചിനെതിരാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് ദുഷ്ടത ചെയ്ത് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവ വഴി വിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് അനുകൂലം പിശാചാണ് എങ്കിൽ, ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഏതൊരു വ്യക്തിക്കും പ്രതികൂലമാണ് ഈ പിശാച്. അവൻ നമ്മുടെ പ്രതിയോഗിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മെ എപ്പോഴും തെറ്റിക്കേണ്ടതിന്, നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കേണ്ടതിന്, ദൈവ വഴിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയേണ്ടതിന് പിശാച് സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് പാപം ചെയ്യുവാൻ ഒരുപാട് സാധ്യത ഉണ്ട്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം പാപം ചെയ്യുകയാണ് എങ്കിൽ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചുവല്ലോ, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ എന്നേക്കുമുള്ള പരമയാഗമായി തന്റെ ജീവനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു യാഗം കൊണ്ടോ, ഒരു നേർച്ച കാഴ്ച കൊണ്ടോ, പുണ്യസ്ഥലങ്ങളിൽ പോയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു മാനുഷികമായ വ്യക്തിയിൽ കൂടെയോ മറ്റാരിൽ കൂടെയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ന്യായപ്രമാണ കാലത്ത് മഹാപുരോഹിതൻ യാഗം കഴിച്ചിരുന്നു. ഓരോ ദിവസവും ജനത്തിന്റെ പാപങ്ങളുടെയും തന്റെയും പാപത്തിന് വേണ്ടിയിട്ട് യാഗം കഴിച്ചുകൊണ്ടിരുന്നു. യാഗം കഴിക്കുകയും പാപം ചെയ്യുകയും വീണ്ടും ഇത് ആവർത്തിച്ച് അതിൽ നിന്ന് ഒരു വിടുതലോ ഒരു മോചനമോ ലഭിക്കാതെ ന്യായപ്രമാണം ഒരു ബന്ധനം പോലെ മനുഷ്യനെ വട്ടമിട്ടുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ന്യായപ്രമാണത്തെ പൂർണ്ണമായും നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിത്യമായ ഒരു വഴി, ഒരു മാർഗം, ഒരു രക്ഷ, ഒരു യാഗം കർത്താവ് തന്റെ ജീവൻ നമുക്ക് നൽകി ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും പാപം ചെയ്താല് നമുക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ഇവിടെ നാം അറിയേണ്ട ഒരു മുന്നറിയിപ്പ് ഇതാണ്, നാം ഈ പരിജ്ഞാനത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, സത്യത്തിന്റെ പരിജ്ഞാനം നാം പ്രാപിച്ചു എങ്കിൽ ഇനിയും പാപം ചെയ്യരുത്, ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പക്ഷേ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ, ഈ ജഡത്തിന്റെ സ്വഭാവം, ഈ ലോകത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ട്. നമ്മുടെ ആത്മാവിന് മാത്രമാണ് വീണ്ടെടുപ്പ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ശരീരം ഇന്നുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. തിരസ്കരിക്കപ്പെടുന്ന സമയം വരെ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കാത്തത് കൊണ്ട് നാം ഈ മണ്ണിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ജഡത്തിൽ വസിക്കുമ്പോഴൊക്കെയും പാപം ചെയ്യുവാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടാകാം. നാം ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടും എന്തെങ്കിലും നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ നാം മറച്ചു വെക്കാതെ കർത്താവിനോട് നാം ഏറ്റു പറയണം. പാപം ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ഓർപ്പിക്കുമ്പോൾ, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ പാപം ചെയ്തു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, ലേഖനങ്ങളെല്ലാം ദൈവമക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുന്നവരുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയിട്ട് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ലേഖനങ്ങളെല്ലാം. അപ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തു എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മനസ്സുള്ളവനാണ്, അവൻ കഴിവുള്ളവനാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. പാപമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എങ്കിൽ
നാം കള്ളന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ നാം അത് മറച്ചു വെക്കാതെ ദൈവത്തിന്റെ അരികിലേക്ക് വന്ന് അതിനെ ഏറ്റു പറയുകയാണെങ്കിൽ നമുക്ക് കർത്താവ് പാപമോചനം നൽകും. കേട്ടോ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അകൃത്യം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ വെറുത്ത് ഏറ്റു പറയുന്നവനോ കരുണ ലഭിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, മാത്രമല്ല തിരുവെഴുത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, ഉയർത്തെഴുന്നേറ്റ് തേസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നു. 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മാനസാന്തരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പാപങ്ങൾ ചെയ്തിട്ട് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ ജീവിതത്തിൽ വന്നു എങ്കിൽ, ചെറുതോ വലുതോ എന്തുമാകട്ടെ, അതിനെ മറച്ചു വെക്കാതെ, ഓ ഇത് സിമ്പിൾ അല്ലേ, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് അതിനെ മറച്ചു വെക്കാതെ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ ദൈവത്തോട് പാപം പിന്നെയും ഏറ്റു പറഞ്ഞ് നാം അനുദിനം മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഈ മുന്നറിയിപ്പ് നാം മറന്നു പോകല്ലേ, നിത്യശിക്ഷാവിധിക്ക് നാം അകപ്പെട്ടു പോകും. ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് അത് നാം മനസ്സിലാക്കണം. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നാം വന്നു കഴിയുമ്പോൾ നാം ഒരിക്കലും വിചാരിക്കരുത്, ഈ ലോകത്തിൽ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതോടുകൂടെ ലഭിച്ചു. കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കേണ്ട മാന്യതയും എല്ലാം വന്നു, ഈ ലോകത്തിലുള്ളതായ സമ്പത്ത് എന്നെ തേടി വരും. ഇതൊന്നും ഒരിക്കലും വിചാരിക്കല്ലേ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതാണ്, അത് തടവിലാക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്, നിന്ദിക്കപ്പെടേണ്ടതാണ്. നാം അതൊക്കെയും സഹിക്കുവാൻ അവകാശമുള്ളവരാണ്. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുവാനും നമുക്ക് അവകാശമുണ്ട്. ക്രിസ്തുവിനോടുകൂടെ നിന്നെ അനുഭവിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും അത് മറന്നു പോകല്ലേ. നിന്നയില്ലാത്ത, കഷ്ടതയില്ലാത്ത, ത്യാഗമില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് വാസ്തവമായ ക്രിസ്തീയ ജീവിതം അല്ല. ഇത് നാം മറന്നു പോകരുത്. ആരും തെറ്റിദ്ധരിക്കപ്പെടരുത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനിയും എനിക്കെല്ലാം 100-ൽ 100 വിചാരിച്ചുകൊണ്ട് ആരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. കേട്ടോ, ഒരിക്കലും വിചാരിക്കല്. ക്രിസ്തുവിന്റെ മാർഗം, ക്രൂശിന്റെ മാർഗം അത് കഷ്ടതയുടെ മാർഗമാണ്, അത് ത്യാഗത്തിന്റെ മാർഗമാണ്, അത് സഹിഷ്ണുതയുടെ മാർഗമാണ്, അത് സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും മാർഗം മാത്രമല്ല. കേട്ടോ, എന്നാൽ അതും ഇതിന്റെ കൂടെ തരുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ ആശ്വാസം തരുവാൻ കർത്താവ് നമ്മുടെ അരികിലുണ്ട്. കർത്താവിന് വേണ്ടി ചിലത് ത്യജിക്കേണ്ടി വരുമ്പോൾ നമുക്ക് യോഗ്യമായതും നമുക്ക് അർഹതയുള്ളതും മടക്കി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. കഷ്ടങ്ങൾ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവിനെ വേദപുസ്തകം കാണിച്ചു തന്നിട്ടില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നുവല്ലോ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിലേക്ക് കാൽ വെച്ചിട്ട് പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ നാം പരാജയത്തിലേക്ക് പോകുവാൻ നമ്മെ അനുവദിക്കരുത്. തെറ്റ് കാണുമ്പോൾ തെറ്റിനോട് ഒരിക്കലും അനുരഞ്ജനപ്പെട്ടു പോകരുത്. ചെറിയതോ തെറ്റോ വലുതോ എന്തുമാകട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് എങ്കിൽ, ദൈവവചനത്തിന് വിരോധമായിട്ടുള്ളതാണ് എങ്കിൽ, ഇനി ഏത് വലിയ ആള് പറഞ്ഞാലും, ഏത് അച്ഛൻ പറഞ്ഞാലും, തിരുമേനി പറഞ്ഞാലും, ഏത് പാസ്റ്റർ പറഞ്ഞാലും, സെൻട്രൽ പാസ്റ്റർ പറഞ്ഞാലും, ആര് പറഞ്ഞാലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കരുത്. കേട്ടോ, സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം, സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഉപദ്രവം ഉണ്ടാകാം, ചിലപ്പോൾ നമ്മളെ അപമാനിച്ചെന്ന് വരും, നമ്മളെ നിന്ദിച്ചെന്ന് വരും, നമുക്ക് വിരോധമായിട്ട് പലതും പറഞ്ഞെന്ന് വരും. എന്നാൽ പോലും ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകല്. വചനം വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവ വചനത്തിലായിരിക്കണം നമ്മൾ നിലനിൽക്കേണ്ടത്. ക്രിസ്തുവിന്റെ വചനത്തിൽ നാം വേരൂന്നി നിൽക്കണം. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നാം നിൽക്കണം. എങ്കിൽ മാത്രമേ വിജയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും എല്ലാം ഒന്നും പറയുവാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. നമ്മൾ ഇനിയും അങ്ങനെയൊക്കെ നാം ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ട് വീണ്ടും 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 പാപം ചെയ്തിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടാണ് നാം നിൽക്കുന്നത് എങ്കിൽ 31-ാമത്തെ വാക്യത്തിൽ വലിയൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. നമുക്ക് ഭയം ഉണ്ടാകേണ്ടതിന്,
നാം അങ്ങനെ ചെയ്യരുത്. നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം, ദൈവ വഴി വിട്ട് മാറരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം ഒരു മുന്നറിയിപ്പ് പോലെ നമ്മളോട് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ നിയമരക്തത്തെയാണ് നാം ചവിട്ടിക്കളയുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ നമ്മുടെ കർത്താവിന്റെ തിരുരക്തത്തെയാണ് നാം ചവിട്ടിക്കളയുന്നത്. ദൈവത്തെയാണ് നാം തള്ളിക്കളയുന്നത്. ദൈവപുത്രന്റെ സ്നേഹത്തെയാണ് നാം തള്ളിക്കളയുന്നത്. അങ്ങനെ നാം തള്ളിക്കളഞ്ഞുകൊണ്ട് നാം ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയാൽ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴും. അത് ഭയങ്കരമായിരിക്കും കേട്ടോ. ഒരിക്കലും മറന്നു പോകല്. ദൈവത്തെ സ്നേഹിച്ചിട്ട്, ദൈവത്തിൽ നിന്ന് അനുഭവിച്ചിട്ട്, ദൈവത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ട്, ദൈവ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ട്, ദൈവ വഴി വിട്ട് മാറി താന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ വീഴുന്നത് ഭയങ്കരമായിരിക്കും. ഈ കരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഒരു മനുഷ്യർക്കും കഴിയില്ല. അതുകൊണ്ട് നാം ഈ ദൈവത്തെ സ്നേഹിക്കേണ്ടതും സേവിക്കേണ്ടതും ഭയത്തോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മൾ കാണുന്നു, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കാഴ്ചയായി ഭവിച്ചും ഈ വക അനുഭവിക്കുന്നതിൽ കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എത്രത്തോളം വന്നു. ഇന്ന് 2026 ഈ മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ നാം പിന്നിട്ട വഴികളെ നാം മറന്നു പോകരുത്. എത്രയോ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, എത്ര പേരാൽ നാം നിന്ദിക്കപ്പെട്ടു, എത്ര വഴികൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ അതിന്റെ മധ്യേ നമ്മെ നടത്തിക്കൊണ്ടുവന്ന നമ്മുടെ കർത്താവിനെ നാം മറന്നു പോകല്ലേ. നാം അന്ന് അനുഭവിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ, നമ്മെ ഇന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ, നാം നിരാശരായിപ്പെട്ട സമയത്ത് നമുക്ക് സന്തോഷം വരുത്തി ബലം നൽകി നമ്മെ നടത്തിക്കൊണ്ടുവന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അതൊക്കെ നാം ഓർക്കുമ്പോൾ ഇനിയും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതവും സുഗമമായിട്ട് പോകുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ദൈവം നമുക്ക് നൽകുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം കഴിഞ്ഞ നാളുകളിൽ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നമ്മെ നിലനിർത്തിയ ദൈവം, നാം നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്ന് നമ്മെ കരുതി സൂക്ഷിച്ച നമ്മുടെ ദൈവം ഇനിയും എന്നെ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. മാത്രമല്ല, അന്നത്തെ ആ ആദിമ സഭയിലെ വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ മാത്രം കഷ്ടമല്ല, അവർ അനുഭവിച്ച കഷ്ടത്തിന്റെ പീഡനയുടെ ശക്തി നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് തകർന്നു പോകും. എന്തുമാത്രം ഉപദ്രവങ്ങളാണ് അവർ സഹിച്ചത്, എത്രയോ കഷ്ടങ്ങളാണ് നമ്മള് ഒരു രോഗം വരുമ്പോൾ, ആരെങ്കിലും നമ്മളെ ഒന്ന് നിന്ദിക്കുമ്പോഴൊക്കെ നമ്മൾ പറയും, ഓ എന്റെ ജീവിതത്തിൽ അങ്ങ് കഷ്ടതയാണ്, ഇതൊരു പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആദിമസഭ, ആദ്യ നൂറ്റാണ്ടിലെ ജനങ്ങള്, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ സഭ അനുഭവിച്ച പീഡനകളും കഷ്ടതകളും അവർ അനുഭവിച്ചതായ ത്യാഗങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് എത്രയോ സമൃദ്ധിയിലാണ് നിൽക്കുന്നത്. അത്രയൊന്നും പ്രതികൂലം ഇന്ന് ലോകത്തിലില്ല കേട്ടോ. അത്രയൊന്നും ഇന്ന് ആരും സഹിക്കുന്നില്ല കേട്ടോ. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്, ശരീരത്തിൽ മുറിവേൽക്കപ്പെട്ടവരുണ്ട്. എത്രയോ പേരെ അവർ നോക്കി നിൽക്കെ സ്വന്തം പ്രിയപ്പെട്ടവരെ വാളാൽ വെട്ടിക്കളഞ്ഞവരുണ്ട്. എത്രയോ പേരെ തീക്കകത്ത് പിടിച്ചിട്ട് കൊലപ്പെടുത്തിയതുണ്ട്. എത്ര കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, അവിടെ പരാജയം സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ, ഇന്ന് 2026 എന്ന ഈ വർഷത്തിൽ ഇന്ന് കർത്താവിനെ ആരും പ്രസംഗിക്കത്തില്ലായിരുന്നു. അന്ന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടമായിരുന്നുവെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടവരാണെന്ന് അന്ന് അവിടെ കൊണ്ട് ആ കഷ്ടത കൊണ്ട് വിശ്വാസം അസ്തമിച്ചു പോയിരുന്നുവെങ്കിൽ, ഇന്ന് ഈ 2026 കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, അവർ ആ കഷ്ടതയെ സന്തോഷമാക്കി കണ്ടു. ക്രിസ്തുവിന്റെ നിന്ന അവർ ഏറ്റു. കഷ്ടങ്ങളിൽ അവർ കർത്താവിനോടുകൂടെ കൂട്ടാളികളായി തീർന്നു. അവർ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുവാൻ ഇടയായി. പ്രിയ സഹോദരങ്ങളെ, നാം മറന്നു പോകല്ലേ. നമ്മുടെ ജീവിതത്തില് പരാജയങ്ങൾ വരുമ്പോൾ, വരുമ്പോൾ നാം നിരാശപ്പെട്ട് മടങ്ങി പോകാൻ ഇടവരരുത് കേട്ടോ. പിന്മാറി പോകരുത്. വിശ്വാസ ത്യാഗം നമുക്ക് ഉണ്ടാകുവാൻ അനുവദിക്കല് കേട്ടോ.
എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നാം തകർന്നു പോകാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുത് കേട്ടോ. ഇരട്ടി ശക്തിയോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൽ നാം ബലം പ്രാപിച്ചു മുന്നേറും. അല്ല എങ്കിൽ നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി പോകും കേട്ടോ. മുന്നറിയിപ്പുകൾ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സമ്പത്തുകൾ അപകരിച്ചതായിട്ട് പറയുന്നു. മാത്രമല്ല ഒരുപാട് കഷ്ടങ്ങൾ അവർ സഹിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. അവർ ആ കഷ്ടതയൊക്കെ സഹിച്ചത് എന്താണ്? ഇങ്ങനെ കാണുന്നു 35-ാം വാക്യം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നാം സഹിച്ചാൽ കർത്താവിന്റെ കൂടെ വാഴാം. പ്രതിഫലങ്ങളുമായി നമ്മുടെ കർത്താവ് വരുവാൻ കാലമായി, നമ്മെ ചേർക്കുവാൻ കർത്താവ് വരാൻ കാലമായി. അവൻ വെറുതെ അല്ല വരുന്നത് കേട്ടോ. കഷ്ടം അനുഭവിച്ചതിന്, നിന്ന സഹിച്ചതിന്, കർത്താവിന്റെ നാമനിമിത്തം ആപത്തുകളിൽ അകപ്പെട്ടവന് എല്ലാ പ്രതിഫലം നൽകുവാൻ, ശ്രേഷ്ഠമായ പ്രതിഫലങ്ങളുമായി നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. അതുകൊണ്ട് നാം സഹിക്കണം, ഏറെ സഹിക്കണം. വചനം ഇങ്ങനെ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണ സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്താണ്? ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശ എന്താണ്? ഈ കഷ്ടം സഹിച്ചാൽ ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ വാഴും. ഈ കഷ്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ കഷ്ടം മാറി പൂർണ്ണ സമാധാനത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ കണ്ണുനീര് മാറി സന്തോഷം എനിക്ക് നൽകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരും. അവൻ പ്രതിഫലം നൽകുവാൻ വരും. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് ദൈവവചനത്തിൽ നാം വിശ്വസിക്കേണ്ടത്. നമ്മുടെ കർത്താവ് വരാൻ കാലമായി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന കഷ്ടതയായിരിക്കും ഒരു പക്ഷേ നാളെ നാം ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിൽ, ലോകം നമുക്ക് മുമ്പിൽ ഉണ്ടായെങ്കിൽ, ഇന്ന് നാം കടന്നു വന്ന വഴികളായിരിക്കില്ല നാളെ നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ എത്ര വലിയ തീഷ്ണതയേറിയ ശോധനയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ വേദപുസ്തകം നമുക്ക് മുമ്പിൽ നൽകിയാണ്. ചൂടേറിയ മരിയാത്രയിൽ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കണ്ണുനീരിന്റെ താഴ്വരയിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. മരണത്തിന്റെ താഴ്വരയിൽ ജീവൻ നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരുന്നവൻ. ഹല്ലേലൂയ. കാറ്റിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, നിലയറിയാതെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ, അതിന്റെ മധ്യേ കരം പിടിച്ച്, കരം നീട്ടി, വാലങ്കരം നൽകി നമ്മെ നിലനിർത്തുന്ന കർത്താവ് അവൻ എന്നേക്കും അനന്യനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ മാറാത്തവനാണ്. അവൻ നിത്യതയോളം കൂടെയുള്ളവനാണ്. ഈ ലോകത്തിൽ മറ്റാർക്കും പറയാൻ കഴിയാത്തത് നമ്മുടെ കർത്താവ് നമ്മളോട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടോ. എത്ര വലിയ സന്തോഷമാണ് നമുക്കുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നാം ഉള്ള കാലം മാത്രമല്ല, ഈ ലോകമുള്ള കാലം മുഴുവനും, ലോകത്തിന്റെ അവസാന സമയം വരെ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന നമ്മുടെ കർത്താവ് ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ തലമുറയോടും കൂടെ ഇരിക്കുന്നവനാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. നമുക്കറിയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, റോഡിന്റെ സൈഡുകളിലെല്ലാം അപകട സിഗ്നലുകൾ അവർ വെച്ചിട്ടുണ്ട്. ഓരോ സിഗ്നലുകൾ കാണുമ്പോഴും ഡ്രൈവിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് അറിയാം ആ സിഗ്നല് ഇന്നതിന്റെ മുന്നറിയിപ്പാണ് എന്ന്. അത് കണ്ടിട്ട് അവർ അതിനനുസരിച്ചാണ് വാഹനം ഓടിക്കുന്നത്. വളവുണ്ട് എന്ന് കാണുന്നിടത്ത് ആ വളവിന്റെ സിമ്പൽ അവർ കാണുമ്പോൾ അവർ അതിനനുസരിച്ച് വണ്ടി ഓടിക്കുന്നു. അതുപോലെ ഓരോ സിഗ്നലുകൾ കാണുമ്പോഴും അവർ അതിനനുസരിച്ചാണ് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ മുന്നറിയിപ്പുകളെ നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആയുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വാഹനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം ആ
മുന്നറിയിപ്പുകളെ നാം അനുസരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. അതിനേക്കാൾ എത്രയോ വലിയതാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കുള്ളതായ മുന്നറിയിപ്പുകൾ. ഈ മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വെളിപ്പെടുത്തി നൽകുമ്പോൾ, ചില പ്രവാചകന്മാരിലൂടെ, ചില സുവിശേഷകന്മാരിലൂടെ ഒക്കെ നമ്മളെ ഇത് കേൾപ്പിക്കുമ്പോൾ, സത്യത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഈ മുന്നറിയിപ്പുകളെ നാം അലക്ഷ്യമാക്കി കളയരുത്. ഞാൻ ഓർപ്പിച്ചതുപോലെ റോഡിന്റെ സൈഡിലുള്ള സിഗ്നലുകളെ അവഗണിച്ച് അവരുടേതായ ഇഷ്ടത്തിന് വണ്ടി ഓടിച്ചാൽ തീർച്ചയായും ആ വാഹനം അപകടത്തിൽ പെടുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ മറന്നു പോകരുത്, ഈ ലോകത്തിന്റെ നിയമങ്ങൾ അത് അതുപോലെ സംഭവിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഒന്നും മാറ്റമില്ലാത്തതാണ്. അത് ഊവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊവ എന്ന് തന്നെയാണ്. അതാർക്കും മാറ്റുവാൻ കഴിയുന്നതല്ല. ഒരു രാജാവിന് മാറ്റാൻ കഴിയുന്നില്ല. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അത് മാറ്റാൻ കഴിയുന്നതല്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടാണ്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, നിത്യരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശനം ഒരുക്കിയ ദൈവം ആ മനുഷ്യൻ കടന്നു പോകേണ്ട വഴികളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നമുക്ക് നൽകിയിരിക്കുകയാണ്. രക്ഷയെ ഒരുക്കിയവൻ, രക്ഷാപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള സകലതും മുന്നൊരുക്കിയവൻ, അതിനെ നാം അലക്ഷ്യമാക്കി കളയരുത്. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. അനുസരണക്കേട് ദൈവം ഏറ്റവും വെറുക്കുന്നു, ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ജന്മം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര വേദനിക്കാറുണ്ട്. ലോകപ്രകാരമുള്ള മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ വാസ്തവമായിട്ട് നിങ്ങളോട് പറയട്ടെ, നമ്മളെ ഈ ഭൂമിയിൽ നമുക്ക് ജീവൻ നൽകി, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ നമ്മുടെ കർത്താവ്, ആ കർത്താവിനെ വിട്ടിട്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച്, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നാം നമ്മുടെ കർത്താവിനെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര വേദനിക്കുന്നുണ്ട്. നാം മറന്നു പോകല്ലേ. ഒന്നിനു വേണ്ടിയും നമ്മുടെ കർത്താവിനെ നമുക്ക് ദുഃഖിപ്പിക്കുവാൻ ഇടവരരുത്. ഇത്രത്തോളം നമ്മളെ സഹായിച്ചവൻ, ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നവൻ, പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ്, മറ്റാരും നമ്മളെ രക്ഷിപ്പാനില്ലാതെ ഇരുന്നപ്പോൾ നമുക്ക് രക്ഷയായി വന്നവൻ, ഈ കർത്താവിനെ നാം ഒരിക്കലും തള്ളി പറയരുത്. ഈ കർത്താവിനെ നാം തള്ളിക്കളയരുത്. ഒന്നിനു വേണ്ടിയിട്ടും ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോകരുത്. ഒരുപക്ഷെ ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം, ചില വ്യക്തികളോടുള്ള സഹായം ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടാം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നേക്കാം, പല ദുഃഖങ്ങളും പല നഷ്ടങ്ങളും ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം. എന്നാൽ നാം ആ സമയത്തും സ്ഥിരതയോടെ പരിജ്ഞാനത്തോടെ നാം നിലനിൽക്കുന്നുവെങ്കിൽ കർത്താവിനോട് കൂടെ നമുക്ക് വാഴുവാനായിട്ട് കഴിയും. ആദ്യ വിശ്വാസം അവസാനത്തോളം നമുക്കുണ്ടാകണം. കർത്താവിനെ നാം അറിഞ്ഞ ദിവസങ്ങളിൽ, യേശു ക്രിസ്തുവിനെ പറ്റി നാം കേട്ട ദിവസങ്ങളിൽ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിച്ച ആ ദിവസങ്ങളിൽ നാം എത്രമാത്രം നമ്മുടെ കർത്താവുമായിട്ട് സ്നേഹമുള്ളവരായിരുന്നു, നാം എത്രത്തോളം കർത്താവിനോട് സംസാരിക്കാറുണ്ടായിരുന്നു, നാം എത്രത്തോളം കർത്താവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു പക്ഷേ മുമ്പോട്ട് നമ്മൾ വന്നപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് ഉണ്ടായിരിക്കാം, നന്ദി പറയുന്നതിൽ കുറവുണ്ടായിരിക്കാം, വചനം വായിക്കുന്നതിൽ കുറവുണ്ടായിരിക്കാം, മറ്റെല്ലാവരോടും സംസാരിക്കും, കർത്താവിനോട് സംസാരിക്കാത്ത എത്രയോ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയൻ നമ്മുടെ കർത്താവാണ്. മറ്റാരോട് സംസാരിച്ചില്ലെങ്കിൽ നാം സംസാരിക്കേണ്ടത് നമ്മുടെ കർത്താവിനോടാണ്. നമ്മുടെ ഏത് ദുഃഖവും ഏതു സമയത്തും നമ്മളെ കേൾക്കുവാൻ നമുക്കുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമുക്കറിയാം, പരിമിതികളുണ്ട്. എനിക്ക് ഏതു സമയത്തും, ഏതു രാത്രിയിലും, ഏത് അവസരത്തിലും, ഏത് സാഹചര്യത്തിലും എനിക്ക് എന്റെ കർത്താവിനോട് സംസാരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നമുക്കറിയാം, നമുക്കൊരു സഹായം ഈ ലോക പ്രകാരം ചെയ്യുവാൻ അർഹതയുള്ളവരുടെ അടുക്കൽ നമ്മൾ ചെന്നാൽ, ഒരു മന്ത്രിയെ കാണണമെങ്കിൽ, ഒരു MLA കാണണമെങ്കിൽ, എന്തിനേറെ പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറിനെ കാണണമെങ്കിൽ, എന്തിനേറെ പറയുന്ന ഒരു പാസ്റ്ററിനോട് വിഷയം പറയണമെങ്കിൽ, ഒരു പുരോഹിതനോട് ഒരു വിഷയം പറയണമെങ്കിൽ നാം അവരുടെ സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടത് ആവശ്യമില്ലേ? നാം ആ സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് ഒരു പ്രതിവിധിയും ഇല്ലാതെ
നമ്മളെ നിരാശരോടെ മടക്കും. ഒരു പക്ഷെ അവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിരിക്കാം, എന്നാൽ പൂർണ്ണമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ആർക്കും കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാറുണ്ട്. എന്നാൽ സദാസമയവും മകനെ, മകളെ, ഞാൻ നിന്റെ അരികിലുണ്ട്, നീ എന്നോട് സംസാരിക്കേ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. ആ ദൈവ ശബ്ദം നാം കേൾക്കാതെ, ആ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയാതെ എത്രയോ നാളുകൾ പിന്നിട്ടിട്ടുണ്ട്. മടങ്ങി വരിക, കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് ഈ സമയം മുതൽ എനിക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധിപ്പിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, തള്ളിക്കളയാത്തവൻ നമ്മുടെ കർത്താവാണ്. ഒരിക്കലും ഈ കർത്താവിനെ വിട്ടിട്ട് ഒരാളുടെയും വാക്ക് കേട്ടിട്ട് ഒരു സ്ഥാനത്തിന് വേണ്ടിട്ടോ, ഒരു പദവിക്ക് വേണ്ടിട്ടോ, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിട്ടോ ദൈവവചനത്തെയും കർത്താവിനെയും വിട്ടിട്ട് ഒരിക്കലും മാറിപ്പോകരുത്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നു ജീവകിരീടം പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ. മരണപര്യന്തം വിശ്വസ്തനായിരുന്നു ജീവകിരീടം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. ഈ ദൈവം എന്നുവെന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. Praise the Lord. Hallelujah. Hallelujah. ഈ കർത്താവാണ് നമ്മളെ വിളിച്ചത്. ഈ കർത്താവാണ് നമ്മളെ വേർതിരിച്ചത്. ഈ കർത്താവ് നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവനല്ല. നിത്യതയോളം നമ്മോട് കൂടെയുള്ളൂ. നിത്യതയോളം നമ്മോട് കൂടെയുള്ളൂ. നമ്മെ ചേർക്കുവാൻ വരാറാണ്. അവന്റെ വരവിക്കൽ നാം കൈവിടപ്പെട്ടു പോകല്ലേ. നാം വിശ്വാസത്തെ ത്യജിച്ചു കളയരുത്. നാം വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകല്ലേ. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കട്ടെ, കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടണം. അതിനപ്പുറത്ത് വേറൊരാഗ്രഹവും വേണ്ട കേട്ടോ. അതെല്ലാം ഈ ലോകത്തിൻ്റെതാണ്. കർത്താവിന്റെ വരവെങ്കിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഒന്നിനു വേണ്ടിയിട്ടും നാം ജീവിക്കരുത്. നമ്മുടെ പ്രത്യാശ ഒന്ന് മാത്രമായിരിക്കട്ടെ, എന്റെ കർത്താവ് വരും, കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെതിരെ പന്മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാകട്ടെ നമ്മുടെ പ്രത്യാശ. ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞാൻ കർത്താവിനോട് കൂടെ. ഞാൻ ജീവിക്കുന്നത് എന്റെ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന എന്റെ കർത്താവിൽ. ഞാൻ ഇനിയും ആകുന്നതും എന്റെ കർത്താവിന് വേണ്ടി മാത്രം. എന്റെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. മറ്റാർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം കളയരുത്. മറ്റാരുടെയും വാക്കിന്റെ മുമ്പിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൽ തന്നെ ആശ്രയിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ മാത്രം നോക്കുക. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതായ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ സഹോദരി ബീനയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദൈവം നമ്മുടെ ദൈവം, ഈ കർത്താവ് നമ്മുടെ കർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ.